മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ. ഫസ്റ്റ് സെഷനാണ് ഈ ഡബിൾ ഇൻ്റഗ്രൽ. ഇപ്പോൾ ഡബിൾ ഇൻ്റഗ്രലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ x1 to x2, ഇൻ്റഗ്രൽ y1 to y2, ഫങ്ഷൻ ഓഫ് xy dy dx. ഈ ഡബിൾ ഇൻ്റഗ്രലിന് 3 കേസുണ്ട്. ഫസ്റ്റ് കേസാണ് when y1 y2 are functions of x, x1 x2 are constants. Function of xy is first integrated with respect to y, keeping x fixed between the limits y1 y2, and then the resulting expression is integrated with respect to x within the limits x1 x2. That is, capital I1 is equal to integral x1 to x2, integral y1 to y2, function of xy dy dx. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ പറയുന്നത് y1 y2 ഫങ്ഷൻ ഓഫ് എക്സും x1 x2 കോൺസ്റ്റൻസ് ആണെങ്കിൽ ഫങ്ഷൻ ഓഫ് xy എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യണം. എന്നിട്ട് അവിടെ അതേസമയം എക്സിനെ ഫിക്സഡ് ആയിട്ട് വിചാരിക്കും. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എങ്ങനെയാണ്? y1 to y2. എന്നിട്ട് ആ റിസൾട്ടിങ് എക്സ്പ്രഷൻ കൊണ്ട് വിത്ത് റെസ്പെക്ട് എക്സിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് ഏതാണ്? x1 to x2. Case 2, when x1 and x2 are functions of y and y1 y2 are constants, function of xy is first integrated with respect to x, keeping y fixed within the limits x1 x2, and the resulting expression is integrated with respect to y between the limits y1 y2. അതിൻ്റെ നൊട്ടേഷൻ ആണ് integral y1 to y2, integral x1 to x2, function of xy dx dy. ഇപ്പോൾ ഈ കേസ് 2 എന്ന് പറയുന്നത് x1 x2 ഫങ്ഷൻ ഓഫ് വൈയും y1 y2 കോൺസ്റ്റൻസും തന്നാൽ ഫങ്ഷൻ ഓഫ് എക്സ് വൈ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം. അവിടെ y ഫിക്സഡ് ആയിരിക്കും. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എന്താണ്? x1 to x2. എന്നിട്ട് ആ റിസൾട്ടിങ് എക്സ്പ്രഷൻ കൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിൻ്റെ ലിമിറ്റ്സ് എന്തായിരിക്കും? y1 to y2. ഇനി തേർഡ് കേസ് പറയുവാണെങ്കിൽ when both pairs of limits are constants, രണ്ട് ലിമിറ്റ്സും കോൺസ്റ്റൻസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എങ്ങനെ വേണമെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ കേസ് 1 എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ആണ്. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ ജോമെട്രിക്കലായിട്ട് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും. ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കും. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to a, ഇൻ്റഗ്രൽ 0 to b, xy into x minus y dy dx ആണ്. അപ്പോൾ ഇവിടെ dy dx ആണ് തന്നിരിക്കുന്നത്. അപ്പം dy എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം ആൻഡ് ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലോട്ട്. ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to a, ഇൻ്റഗ്രൽ 0 to b, എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. എക്സ് ആ സമയം ഫിക്സഡ് ആണ്. അതാണ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ഇൻറ്റു വൈ ക്യൂ ബൈ 3 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to b. ഇനി എക്സിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതേസമയം ഇനി ലിമിറ്റ്സ് കൊടുക്കണം. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും അതവിടെ എഴുതിയിരിക്കുന്നത് എക്സ് സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ബി ക്യൂബ് ബൈ 3. ഇനി എക്സിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ക്യൂബ് ബി സ്ക്വയർ ബൈ 6
മൈനസ് എച്ച് സ്ക്വയർ ബി ക്യൂബ് ബൈ 3. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം എക്സിൻ്റെ. ലാസ്റ്റ് എൻ്റെ ഫൈനൽ ആൻസർ ആണ് എ ക്യൂബ് ബി സ്ക്വയർ ബൈ 6 മൈനസ് എ സ്ക്വയർ ബി ക്യൂബ് ബൈ 3 ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ 6. സെക്കൻഡ് പ്രോബ്ലം ആണ് ഇന്റഗ്രൽ 0 to a ഇന്റഗ്രൽ 0 to root of a square minus h square 1 by root of a square minus h square minus y square dy dx. ഇവിടെ dy dx ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, ഇവിടെ എയും കോൺസ്റ്റന്റ് ആണ്. അതിനാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ നമുക്ക് എഴുതാൻ രണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമ്മളൊരു ഫോർമുല പഠിച്ചു കാണും, 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതിന്റെ ഫോർമുല എന്താണ്? സൈൻ ഇൻവേഴ്സ് വൈ ബൈ എ ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്, സൈൻ ഇൻവേഴ്സ് വൈ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എന്താണ്? 0 ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. 0 ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ അല്ലേ? അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് 0 അല്ലേ? അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് പൈ ബൈ 2 ആണ്. അപ്പൊ പൈ ബൈ 2 മൈനസ് 0 ഇൻറ്റു ഡി എക്സ് ആണ്. ഇനി അടുത്ത പൈ ബൈ 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി എക്സ് അത് എക്സ് ആണ്. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു എ പൈ ബൈ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് integral 0 to 1 integral 0 to root of 1 plus h square dx dy divided by 1 plus h square plus y square. ഇനി dx dy ആണെങ്കിൽ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം y കോൺസ്റ്റന്റ് ആണ്. ഇതിൽ 1 പ്ലസ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതി? റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇൻറ്റു ഡി വൈ. നമുക്കറിയാം ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഫോർമുല അനുസരിച്ച് എങ്ങനെ വരും? 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് 1 മൈനസ് 0 ഇൻറ്റു ഡി വൈ. ഞാൻ ടാൻ ഇൻവേഴ്സ് 1 എന്താണ്? പൈ ബൈ 4 ആണ്. പൈ ബൈ 4 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ഡി വൈ. ഇനി 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് ലോഗ് എ പ്ലസ് 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫോർമുല എഴുതിയിരിക്കുകയാണ് ലോഗ് വൈ പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു 1. അപ്പോൾ പൈ ബൈ 4 ഇൻറ്റു ലോഗ് 1 പ്ലസ് റൂട്ട് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി വൈ ഡി എക്സ് ഓവർ ദി പോസിറ്റീവ് ക്വാഡ്രന്റ് ഓഫ് ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്കട്ടെ എ സ്ക്വയർ. ഇനിയുള്ള ഈ ഫോർത്ത് ക്വസ്റ്റ്യൻ മുതൽ ഫിഗർ വരച്ച് വേണം ചെയ്യാൻ. ഈ ഡി വൈ ഡി എക്സ് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രിപ്പും ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ഡി വൈ ഡി എക്സ് എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുക, ഡി എക്സ് ഡി വൈ ആണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുക. എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്കട്ട് എ സ്ക്വയർ ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് വരയ്ക്കണം. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം റേഡിയസ് എ ആണല്ലോ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ഓഫ് ദ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ y ഇക്കട്ട് 0 ആണ്. അപ്പോൾ ആ പോയിന്റ് എന്തായിട്ട് മാറും? a 0 ആണ്. അതേസമയം ഇക്വേഷൻ ഓഫ് ദി y ആക്സിസ് ആണെങ്കിൽ x ഇക്കട്ട് 0 ആണ്. അപ്പോൾ ആ പോയിന്റ് എന്തായിരിക്കും? 0a ആണ്. അപ്പോൾ നിങ്ങളുടെ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ OAB ആണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. പിന്നെ ഡി ബൈ ഡി എക്സിൽ തന്നിരിക്കുന്നത്, ഇപ്പൊ ഡി ബൈ ഡി എക്സ് ആണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കണം. പിന്നെ ഈ ഡി ബൈ ഡി എക്സിൽ y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പൊ പി ടച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ അല്ലേ, അവിടെ എന്താണ്? y ഇക്കട്ട് 0 ആണ്. ഈ ക്യൂ ടച്ച് ചെയ്തിരിക്കുന്നത് സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷൻ അറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്കട്ട് എ സ്ക്വയർ ആണ്. അപ്പൊ വൈ സ്ക്വയർ ഇക്കട്ട് എന്താവും? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ y ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ y1 y2 ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ x1 x2 കോൺസ്റ്റൻസ് അല്ലേ. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? ഇക്വേഷൻ ഓഫ് ദി y ആക്സിസ് x ഇക്കട്ട് 0. 0 മുതൽ a വരെ. അവിടെ കൊടുക്കുകയാണ് 0 ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ 0 ടു a xy dy dx. ഇനി വിത്ത് റെസ്പെക്ട് ടു y ലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. x into y square by 2 between the limit 0 to root of a square minus x square dx. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഇന്റഗ്രൽ 0 to a x into a square minus x square by 2 into dx. വൺ ബൈ ടു അതിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പം മറ്റേ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. എ സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി എക്സ്. വിത്ത് റെസ്പെക്ട് എക്സിലോട്ടല്ലേ ഇന്റഗ്രേഷൻ. അപ്പോൾ എ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ് ടു 4 by 4 ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to a. അപ്പോൾ 1 by 2 ഇൻറ്റു എ റേസ് ടു 4 by 2 മൈനസ് എ റേസ് ടു 4 by 4 സീക്വൽ ടു എന്ത് വരും? എ റേസ് ടു 4 by 8. ലാസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ xy dx dy where a is the triangle with vertices 0 0 10 1 and 1 1. നമ്മൾ ഈ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. ഇതനുസരിച്ച് നമ്മൾ ഫിഗർ വരയ്ക്കണം. ഡി എക്സ് ഡി വൈയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ ചെയ്യുക. ഡി വൈ ഡി എക്സ് ആണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പിൽ ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഫിഗർ വരച്ചിരിക്കുകയാണ്. ഒറിജിൻ 0 0 x10 y1 ആകുമ്പം വരച്ചിട്ടുണ്ട്. x10 y1. ഇനി x1 y1 തന്നിട്ടുണ്ട് p11. ഇപ്പം എല്ലാ ഫിഗർ OAB എന്ന് പറയുന്നതാണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പം ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ ചെയ്യുവാണ്. ഹൊറിസോണ്ടൽ dx dy ആണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ സ്ട്രിപ്പിൽ ചെയ്യാം. ഇനി p ടച്ച് ചെയ്തിരിക്കുന്നത് OBയിലാണ്. ഇപ്പം ഇക്വേഷൻ ഓഫ് OBയുടെ ഫോർമുല എന്താണ്? x മൈനസ് x1 ബൈ x2 മൈനസ് x1 സീക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1. അപ്പോൾ x1 y1 എന്ന് പറയുന്നത് അവിടെ 0 0 ആണ്. x2 y2 എന്ന് പറയുന്നത് 1 1 ആണ്. അപ്പോൾ x മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 സീക്വൽ ടു y മൈനസ് 0 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ x സീക്വൽ ടു y. ഈ q ടച്ച് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഓഫ് OA ആണ്. അപ്പം ഈ ഫോർമുല അനുസരിച്ച് എങ്ങനെ വരും? x മൈനസ് 0 ബൈ 10 equal to y minus 0 by 1. X is equal to 10y. ഇനി x1 x2 ഫംഗ്ഷൻ ഓഫ് y അല്ലേ? x1 x2 ഫംഗ്ഷൻ ഓഫ് y. ഫംഗ്ഷൻ ഓഫ് y ആകുമ്പോൾ നമുക്ക് പിയുടെ വാല്യൂവും ക്യൂയുടെ വാല്യൂവും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ y2 10y ആണ്. ഇനി y1 y2 കോൺസ്റ്റൻസ് താഴെ നിന്ന് മുകളിൽ വരെ. ഇവിടെ y യുടെ വാല്യൂ എന്താണ്? 0 0 to 1. ഫോർമുലയിൽ കൊടുക്കുക. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ y to 10y xy dx dy. ഇനി വിത്ത് റെസ്പെക്ട് എക്സിലോട്ടല്ലേ, അപ്പോൾ y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ y ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2
y to 10y. ഇതിൽ 1/2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ y ഇൻറ്റു 100y² മൈനസ് y² ഇൻറ്റു dy. ഇനി 100y² മൈനസ് y² എന്ന് പറഞ്ഞാൽ 99 ആണ്. 99y². അപ്പോൾ 99/2 കോൺസ്റ്റന്റ് ആണ്. ഇൻ്റഗ്രൽ 0 to 1 y³ dy. ഇപ്പോൾ 99/2 ഇൻറ്റു ഇൻ്റഗ്രൽ y³ എന്താണ്? y⁴/4 വിത്ത് ദ ലിമിറ്റ് 0 to 1. അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടുന്നത് 99/8.